ഉപലക്ഷൻ വസീഫ് പറയുന്നത് ദേശീയ തലത്തിൽ താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിന്റെ കടം കുറവാണ്. എന്റെ അറിവിലൊരു 4 ലക്ഷം കോടിയോളം കടമെടുത്തു കഴിഞ്ഞു എന്നാണ്. എന്താണ് നമ്മുടെ കടവും കടപ്പാടും പിന്നീടുള്ള കഷ്ടപ്പാടും? ഇന്ത്യയിൽ ആർക്കൊക്കെ കടമുണ്ട്? കേന്ദ്രത്തിന് കടമുണ്ടോ? കടം എങ്ങനെ പ്രത്യക്ഷത്തിൽ കടവും പരോക്ഷത്തിൽ കടമല്ലാതാകുകയും ചെയ്യുന്നത്? കടം എങ്ങനെ നിക്ഷേപമാവും? എത്രത്തോളം കടമെടുക്കാം? തീർച്ചയായും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥകളായ അമേരിക്ക, ചൈന എന്നീ രാജ്യങ്ങൾക്കെല്ലാം വലിയ തോതിൽ കടമുണ്ട്. ഇന്ത്യക്കും വലിയ കടവും അതിലേറെ കടബാധ്യതയുണ്ട്. കടമെന്ന സാമ്പത്തിക പ്രതിഭാസത്തെക്കുറിച്ചും രാജ്യങ്ങളുടെ സമ്പദ്വ്യവസ്ഥയെ അതെങ്ങനെ ബാധിക്കുന്നുവെന്നതിനെക്കുറിച്ചുമുള്ള വളരെ ലളിതമായ ഒരു വിവരണം നോക്കാം. തമിഴ്നാടിനും മഹാരാഷ്ട്രയ്ക്കും കടം 7 മുതൽ 8 ലക്ഷം കോടിയോളമുണ്ട്. എന്നാൽ അവരുടെ ഒരു വർഷത്തെ വരുമാനം GSDP ഇതിലും എത്രയോ മടങ്ങാണ്. അതുകൊണ്ട് അവർക്ക് ഈ കടം ഒരു വലിയ പ്രശ്നമല്ല. GSDP എന്നത് ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയും ആരോഗ്യവും അളക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡമാണിത്. എന്നാൽ കേരളം 4 ലക്ഷം കോടി, പഞ്ചാബ് 3.8 ലക്ഷം കോടി. തുക നോക്കുമ്പോൾ തമിഴ്നാടിന്റെ പകുതിയേ ഉള്ളൂവെങ്കിലും ഈ സംസ്ഥാനങ്ങൾക്ക് കടം വീട്ടാനുള്ള അത്രയും വരുമാനമില്ല. 1 ലക്ഷം രൂപ ശമ്പളമുള്ളയാൾ 50,000 കടമെടുക്കുന്നതും 10,000 ശമ്പളമുള്ളയാൾ 1 ലക്ഷം കടമെടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണിത്. ഏറ്റവും കൂടുതൽ കടമെടുത്ത മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക. അവരുടേത് നിക്ഷേപം. ഏറ്റവും കുറവ് വായ്പയെടുത്ത പഞ്ചാബ്, കേരളം കടക്കെണി, കടബാധ്യത. GSDPയുടെ 3% പരിധി കണക്കാക്കിയാൽ കേരളത്തിന് ഒരു വർഷം പരമാവധി കടമെടുക്കാൻ സാധിക്കുന്നത് ഏകദേശം 30,000 കോടിയാണ്. എന്നാൽ കിഫ്ബി, പെൻഷൻ കമ്പനി എന്നിവ വഴി എടുത്ത കടങ്ങൾ സംസ്ഥാനത്തിന്റെ പൊതുകടത്തിൽ കേന്ദ്രം ഉൾപ്പെടുത്തിയതുകൊണ്ട് നിലവിൽ കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വർഷം ഏകദേശം 21,000 കോടി കടമെടുക്കാം. പക്ഷേ എടുത്ത കടം 4 ലക്ഷം കോടിക്ക് മുകളിൽ. വരുമാനമില്ല, കടവും കടക്കെണിയും മാത്രം. കടം അപകടകരമാണ്, പക്ഷേ എല്ലാവർക്കും ഒരേപോലെയല്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കാൻ 2 തരം രാജ്യങ്ങളെ താരതമ്യം ചെയ്യണം. ജപ്പാന്റെ കടം 13 ലക്ഷം കോടി ഡോളറാണ്. അവരുടെ GDPയുടെ 260% മുകളിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അമേരിക്കയുടേതാണ്. കടം 35 ലക്ഷം കോടി ഡോളറാണ്, 123%. എന്നിട്ടും ആ രാജ്യങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല. അവരുടേത് ഒരു കടവുമല്ല. കാരണം അവരുടെ കടം മുഴുവൻ സ്വന്തം കറൻസിയിലാണ്, ഡോളറിലും യെന്നിലും. ബുദ്ധിമുട്ട് വരുമ്പോൾ അവർക്ക് കൂടുതൽ ഡോളർ അച്ചടിച്ച് കടം വീട്ടാം. കൂട്ടിന് വലിയ കമ്പനികളും സാങ്കേതികവിദ്യയും ഈ രാജ്യങ്ങളിലാണ്. ഏറ്റവും കുറവ് കടം ഇന്ത്യക്കാണ്. 2 ലക്ഷം കോടി ഡോളറാണ്. തുകയുടെ കാര്യത്തിൽ കുറവാണ്, പക്ഷേ ശതമാനത്തിന്റെ കാര്യത്തിൽ അല്പം ഉയർന്നതാണ്. 85%. 100% കടന്നാൽ അത് വലിയ വിപത്താണ്. നമ്മൾ നികുതിയായി പിരിച്ചെടുക്കുന്ന പണത്തിന്റെ പകുതിയിലധികവും കടത്തിന്റെ പലിശ അടയ്ക്കാൻ തന്നെ തീർന്നുപോകും. ഇന്ത്യ ഒരുപാട് നോട്ടടിച്ച് കടം തീർക്കാൻ നോക്കിയാൽ വിപണിയിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിയാതെ വരും. രൂപയുടെ മൂല്യം ഇടിയും. അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസികൾ ഇന്ത്യയുടെ ക്രെഡിറ്റ് സ്കോർ കുറയ്ക്കും. അതോടെ വിദേശ കമ്പനികൾ ഇന്ത്യയിൽ പണം നിക്ഷേപിക്കാൻ ഭയക്കും. ചുരുക്കത്തിൽ കർണാടക വരുംതലമുറയുടെ ഉന്നമനത്തിനായി കടമെടുക്കുന്നു. കേരളം അന്നുള്ള കഞ്ഞിക്കുള്ള വകയ്ക്ക് വേണ്ടി കടമെടുക്കുന്നു. എന്നാലും ഞങ്ങൾ ഒന്നാമതാണ് ഭായ്. ഈ മണ്ണ് വേറെ ലെവലാണ് മക്കളെ. ഇവിടെ ഭക്ഷണം പോലും ഒരു രാഷ്ട്രീയമാണ്. സംസ്കാരം ഒരു പ്രതിരോധമാണ്. വിദ്യാഭ്യാസം ഒരു ശീലമാണ്. വൃത്തിയും വെടിപ്പും അഭിമാനമാണ്. ഇവിടെ മഴ പെയ്യുന്നത് പോലും വേറെ ലെവലാണ് ഭായ്.